ഈശ്വര, എന്തൊരു സ്നേഹമാണ് നവീനും കൃഷ്ണയും തമ്മില്. പക്ഷേ ആ സന്തോഷമൊക്കെ അവസാനിക്കാൻ പോവാണല്ലോ. എന്തിനാ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു വിധി? എന്താ അമ്മേ? നവീന്റെയും ഗാഥയുടെയും സന്തോഷം എന്നേക്കുമായിട്ട് അവസാനിക്കാൻ പോവാണെന്ന് അമ്മ പറയാൻ കാരണം എന്താ? അമ്മേ, കാര്യം എന്താണെന്ന് പറയേ. അത് സുമിത്രേ, നാഗപഞ്ചമി ദിവസം നവീന്റെ ഭാര്യയെ ഒരു ആപത്ത് കാത്തിരിക്കുന്നുണ്ട്. നാഗപഞ്ചമി ദിവസം ആ കുട്ടിയുടെ ജീവന് ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദശാസന്ധിയാണ്. അതികഠിനമായ പരീക്ഷണമാണ്. വിശേഷാൽ പൂജകൾ നടത്തി രാത്രിയുടെ അന്ത്യയാമം വരെ ആ പൂജകളുടെ ബലത്തിൽ കാത്തിരിക്കണം. അന്ത്യയാമവും കഴിഞ്ഞ് അടുത്ത പുലരിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് ജീവന് ആപത്തില്ല. അതല്ലെങ്കിൽ എല്ലാം ഒരു ദുസ്വപ്നം പോലെ നമുക്ക് മറന്നു കളയേണ്ടി വരും. എന്താ അമ്മേ പറയുന്നേ? ഇനി ഗാഥമോളെ നമുക്കങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? അമ്മയ്ക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? നവീനെ കൊണ്ടാവോ? അമ്മേ, എന്താ വേണ്ടെന്ന് വെച്ച ചെയ്യാൻ പോയി സിദ്ധനോട് പറയേ. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഏൽപ്പിക്കുകയും ചെയ്തു. അമ്മേ, ഒരു കാരണവശാലും നവീനെ ഈ വാർത്ത അറിയാൻ പാടില്ല. അവൻ അറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുക? ഈ പൂജ നടക്കോ? ഒന്നിനും ഒരു ഉറപ്പുമില്ല. നീ പറഞ്ഞത് കാര്യമാണ് സുമിത്രേ. തൽക്കാലം നവീനൊന്നും അറിയണ്ട. എല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം ഗാഥമോൾക്ക് കൊടുക്കട്ടെ.